ഗ്രൂപ്പിന്റെ മുറും നമ്മൾ ഇന്നലെ ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് കച്ചാരി എന്ന് പറയുന്ന ഗോത്രവർഗത്തിന്റെ മുറും, അവിടെയാണ് നമ്മളിപ്പം കണ്ട ഡാൻസ് പ്രോഗ്രാം. അതിമനോഹരമല്ലേ? ഗാരോ ട്രൈബിനെ പറ്റിയുള്ള ഡീറ്റെയിൽസ് ഒക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇവിടെയും ഭയങ്കര വിൽപ്പനകളും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. ഇവരുടെ മാലകള്, നല്ല ഭംഗിയുള്ള കളർഫുൾ ആയിട്ടുള്ള മാലകളും ഡ്രസ്സുകളൊക്കെയാണ്. ബ്യൂട്ടിഫുൾ അല്ലേ? ബ്ലാക്ക് ആൻഡ് യെല്ലോ, നല്ല കളറല്ലേ? നല്ല കോമ്പിനേഷൻ, ബ്യൂട്ടിഫുൾ കളർ, ഗുഡ് കളർ. അടിപൊളി. ഇതാന്നൊരു കളറ്. ഗാരോ മുറും, അവരുടെ ഒരു ഉപകരണം കണ്ടോ? അടിപൊളിയാണല്ലേ? നൃത്തവും സംഗീതം ഇവരുടെ രക്തത്തിലാണ്. ണ്ടല്ലേ ഇതുപോലുള്ള ചെറിയ ചെറിയ ഹട്ടുകൾ ഉണ്ടാക്കി പലരും ഭക്ഷണം കഴിക്കുന്നു. എല്ലാം ട്രഡീഷണൽ ആയിട്ടുള്ള ഫുഡുകൾ, പിന്നെ ഡ്രിങ്ക്സുകൾ, അവരുണ്ടാക്കുന്ന റൈസ് കൊണ്ടുള്ള ബിയറുണ്ട്, വൈനുണ്ട്, അതൊക്കെ ആൾക്കാർ എൻജോയ് ചെയ്യുന്നു. നല്ല മനോഹരമായിട്ടുണ്ടല്ലോ ഇത് ഇവരുടെ ഈ ലോത്ത ട്രൈബിൻ്റെ മുറുങ്. ഓ ബ്യൂട്ടിഫുൾ. മുഴുവൻ ഈ പായ നനഞ്ഞിരിക്കുന്നത് ബ്യൂട്ടിഫുൾ. കാണാൻ ഭംഗി. അടിപൊളി. വെപ്പൺസ് ഒക്കെ പിടിച്ച് സൂപ്പർ. ലോത്ത ട്രൈബിൻ്റെ പോപ്പുലേഷൻ 1,66,343. അവർ ഓക്യുപ്പൈ ചെയ്യുന്ന സ്ഥലങ്ങൾ, അതിൻ്റെ ഡീറ്റെയിൽസ്, അതിൻ്റെ ഹിസ്റ്ററി ഒക്കെ കൊടുത്തിട്ടുണ്ട്. അടുത്തൊരു ട്രൈബ് രങ്മ മുറുങ്, രങ്മ ട്രൈബ്. അവരുടെ മുറുങ്ങ ഇങ്ങോട്ടുള്ള അവിടെ പോവാം. അതിനു മുമ്പേ നമ്മൾ തൊട്ട മുമ്പിൽ ലോത്ത എന്ന് പറയുന്നൊരു ട്രൈബുണ്ട്. അത് സുമി ട്രൈബിൻ്റെ മുറുങ്ങാണ്. ആൾക്കാർ ഭയങ്കര മത്സരമാണ് ഇരുന്ന് നിന്ന് ഫോട്ടോ എടുക്കാനും. അവരും വളരെ സന്തോഷവാന്മാരും സന്തോഷവതികളുമായിട്ടാണ് ഫോട്ടോ പോസ്റ്റ് ചെയ്യുന്നത്. നമ്മളെപ്പോലെ ദേഷ്യമുള്ള മുഖമൊന്നും കാണിക്കില്ല. അവർ വളരെ ഹാപ്പി ആയിട്ട് എല്ലാത്തിനും പോസ്റ്റ് ചെയ്യുന്നു. വെടിവെക്കലിങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇടക്കിടക്ക് ഫയറിങ് 100 രൂപയാണ് ഒരാൾക്ക് ഫയറിങ്ങിന് വേണ്ടിയിട്ട്. അവരുടെ മ്യൂസിക്, പിന്നെ ഇതിൻ്റെ അകത്ത് ഇവരുടെ ഫുഡും കാര്യങ്ങളൊക്കെ പ്രിപ്പയർ ചെയ്യുന്ന സംഭവമാണ് അല്ലേ? ഫുഡൊക്കെ ഉണ്ടാക്കാനുള്ള അത് ട്രഡീഷണൽ മെത്തേഡാണ്. ഇതെന്താണ്? മുള കൊണ്ട് ഇങ്ങനെ മുള കെട്ടി വെച്ചിട്ടുണ്ട് മേലെ. ഇതിന് താഴെ കത്തിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ സ്റ്റോർ ചെയ്തെന്ന് മാത്രം. ഇവിടെ ഇറച്ചിയൊക്കെ ഇങ്ങനെ വേവുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ ഇവിടെ സ്റ്റോർ ചെയ്തിരിക്കുന്നുണ്ട്. ഇറച്ചിൻ്റെ ഒക്കെ കുമ്പാരങ്ങൾ ഇവിടെ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട്. പോർക്കാണ്.
ഫുഡൊക്കെ പ്രിപ്പയർ ചെയ്യുന്ന ഒരു രീതി കണ്ടോ. ഇതിൻ്റെ മുകളിൽ ഇവിടുന്ന് താഴെ നിന്ന് വേവിക്കുന്നുണ്ട്, മാംസമൊക്കെ വേവിക്കുന്നുണ്ട്. ഇവിടെ അതിന് സ്മോക്ക് കയറ്റുന്നുണ്ട്. ഇതിൻ്റെ മുകളിലൂടെ കിടപ്പുണ്ട്, വുഡ് കിടപ്പുണ്ട്. ഇതുകൊണ്ടല്ല മില്ലറ്റ്സിനൊക്കെ ഇവിടെ തൂക്കിയിട്ടുണ്ട്. മില്ലറ്റ്സ്, ചോളം, ഇതിനൊക്കെ ഇതൊക്കെ തൂക്കിയിട്ടുണ്ട്. ട്രഡീഷണൽ മെത്തേഡിലുള്ള ഫുഡ് കുക്കിംഗ് ആണ്. റിഗ്മ എന്ന് പറഞ്ഞൊരു ട്രൈബിൻ്റെയാണിത്. അവരെ കൾച്ചറൽ പ്രോഗ്രാംസ് തുടങ്ങാൻ പോവാണ്. അതിനൊക്കെ ആൾക്കാർ ഇങ്ങനെ റെഡിയായി വന്നുകൊണ്ടിരിക്കുകയാണ്. സീറ്റഡ് ഓൾറെഡി. ഈ ശബ്ദം എങ്ങനെയാണ് പുറപ്പെടുവിക്കുന്നത്? നമുക്കൊന്ന് പുറപ്പെടുവിച്ച് നോക്കണം. അടുത്ത ഗ്രൂപ്പ് റെഡിയായി. ഒരു മൊത്തം വൈറ്റ് ആൻഡ് ബ്ലാക്ക് ആണ് കൂടുതൽ കളേഴ്സ്. അടിപൊളിയല്ലേ? ഒരു തൊപ്പിയൊക്കെ നോക്കി എന്തൊരു സ്പെഷ്യൽ തൊപ്പിയാണ്. യുദ്ധത്തിലൊക്കെ പങ്കെടുക്കുന്ന next group. കൾച്ചറൽ പ്രോഗ്രാം അവതരിപ്പിക്കുന്ന ട്രൂപ്സിനോടൊക്കെ ലൈനപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവരിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഓരോരോ ഗ്രൂപ്പുകളായിട്ട് ഇങ്ങനെ കൾച്ചറൽ പ്രോഗ്രാംസിന് റെഡി ആയിട്ട് വന്നിരിക്കുന്നത്. ഒന്നാമത്തെ ഇവിടെ കഴിയുമ്പോഴേക്കും അടുത്ത ഗ്രൂപ്പ് അവിടെ റെഡി ആയി കഴിഞ്ഞു. ഇനി മൂന്നാമത്തെ ഗ്രൂപ്പുകൾ, അങ്ങനെ ഓരോരോ ഗ്രൂപ്പുകളായിട്ട് വന്നുകൊണ്ടിരിക്കുന്നു. Government
ഓണറബിൾ ചീഫ് മിനിസ്റ്റർ ഓഫ് അരുണാചൽ പ്രദേശ് ഇവിടെ വരുന്നുണ്ട്. അതിന് വേണ്ടിയിട്ട് സ്വീകരിക്കാനുള്ള അറേഞ്ച്മെന്റ് ആണ്. എല്ലാ പെർഫോമിംഗ് ഗ്രൂപ്പുകളും ഇവിടെ വന്നു ചേർന്നിട്ടുണ്ട്. വ്യത്യസ്ത വേഷവിധാനങ്ങൾ, വ്യത്യസ്ത ട്രൈബ്സിനെ സൂചിപ്പിക്കുന്നു, വ്യത്യസ്ത വസ്ത്രങ്ങൾ, വ്യത്യസ്തമായിട്ടുള്ള ഇത് മറ്റൊരു ഗ്രൂപ്പുകളിൽ പടച്ചട്ടയൊക്കെ അണിഞ്ഞ് യുദ്ധത്തിന് സജ്ജരായപ്പോൾ അരുണാചൽ പ്രദേശിൻ്റെ മുഖ്യമന്ത്രിയും സ്പീക്കറും വരുന്നുണ്ട് മൂന്നാമത്തെ ദിവസത്തെ ഹോൺബിൽ ഫെസ്റ്റിവലിന്. അതിനു വേണ്ടിയിട്ട് ഓൾറെഡി ഒരുങ്ങി നിൽക്കുകയാണ്, അതിനെ സ്വീകരിക്കാൻ വേണ്ടിയിട്ട്. We have the Pongpuri village dance troupe representing the Pochuri tribe of Nagaland. കോണിയാക് ട്രൈബിൻ്റെ ആൾക്കാരൊക്കെ ഷൗട്ട് ചെയ്യും. Troupe representing the Cham tribe of Nagaland. ഓരോ ട്രൈബിൻ്റെയും അടുത്തത് പ്രോഗ്രാമിനെ പറ്റി പറയുമ്പോൾ അവരിങ്ങനെ ശബ്ദം ഉണ്ടാക്കിയിട്ടുണ്ട്. Next we have Sanglao Cultural Club representing
the Kemingan tribe of Nagaland. ഇവിടുത്തെ കെമിങ്ങാൻ ട്രൈബിൽ അപ്പോൾ അവരുടെ Through this, learn about the process of weaving. Ladies and gentlemen, this is the Vidang Bangpo, the weaver's song by the Phom tribe of Nagaland. These are the words. Hello, please be seated. Nowadays, is played by men folk and field groups during important occasions as a sign of friendship and merry making. The cultural troupe from Tuensang, representing the Sanctum tribe of Nagaland. This is the Kitaka Cultural Club, Chunlika, representing the Rengma tribe of Nagaland.
മത്താരി കൾച്ചറൽ ഗ്രൂപ്പിൻ്റെ കൾച്ചറൽ പ്രോഗ്രാമോടുകൂടി ഞങ്ങൾ ഇവിടുന്ന് ബൈ ബൈ പറയാം. ഇനി കാത്തുനിന്ന് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ട്രെയിന് മിസ്സാവും. നമുക്ക് ഇനി ദിമാപൂർ എത്തണം. ദിമാപൂർ പോകണമെങ്കിൽ നമ്മളാദ്യം കൊഹിമയിൽ പോയി അവിടുന്ന് ട്രെയിൻ പിടിക്കാം. പിന്നെ മറ്റന്നാളാണ് ഫ്ലൈറ്റ്. അപ്പോൾ തൽക്കാലം നമ്മുടെ വില്ലേജിൻ്റെ പേരെന്താ? ഹോൺബിൾ ഫെസ്റ്റിവലിനോട് നമ്മൾ തൽക്കാലം വിട പറയുന്നു. അതെ, ഇനി നമുക്ക് ഉപാധിയിലെ കാഴ്ചകൾ കാണാം. കിസാമ വില്ലേജിനോട് ബൈ ബൈ. ഇത്രയും വലിയ ജനക്കൂട്ടത്തിനോട് ബൈ ബൈ. ഇത്രയും മനോഹരമായ ഒരു പ്രോഗ്രാം ജീവിതത്തിൽ കണ്ടിട്ടില്ല. ഇത്ര മനോഹരമായ ഓർമ്മകൾ തന്നതിന് നാഗാലാൻഡ് സർക്കാരിന് നന്ദി. അപ്പോൾ ഇവിടെ വന്ന് റൈസ് പീർ എന്ന് പറയുന്ന സംഭവം ഒന്ന് പരീക്ഷിക്കാൻ ചോദിച്ചു. 2 തരത്തിലുണ്ട്. സ്വീറ്റ് ആയിട്ടുള്ളതുണ്ട്. ഇത് സ്വീറ്റ് അല്ല, ഇത് സവർ ടേസ്റ്റാണ്. അപ്പം ഇതിങ്ങനെ മുളകിൻ്റെ കുഴലിൻ്റെ അകത്ത് ഒഴിച്ചിട്ടാണ് നമ്മൾ ഒഴിക്കുക. വൈറ്റ് കളർ. പിന്നെ ഫുഡ് എല്ലാം ഇത് ടോട്ടൽ വെജ് ഫുഡാണ്. നമ്മൾ നോൺ വെജ് ഞാൻ ഒഴിവാക്കി പല കാര്യങ്ങളും സ്യൂട്ടാവുന്നത്. പട്ടിയടിച്ചിട്ട് കഴിക്കാനില്ല. നാ വാങ്ങിയതല്ല കേട്ടോ, വേറെ മലയാളി ഫ്രണ്ട് വാങ്ങിയതല്ലോ. കഴിച്ചോക്കാം, മതൊന്ന് കഴിച്ചോക്കാം. ഓൺലി ടേസ്റ്റ് അല്ല, ചെമ്മീനില്ല. ചെമ്മീൻ്റെ തോട് തിന്നുന്ന പോലെ ഉണ്ട് കേട്ടോ. അടിപൊളി ട്രൈ ചെയ്തല്ലോ. അടിപൊളി. ഇവരുടെ സ്റ്റേ ഒന്നും ഇവിടെ അല്ല കേട്ടോ. ഇവരുടെ സ്റ്റേ ഒക്കെ വില്ലേജിൽ തന്നെയാണ്. അവരെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് ഈ ബസ്സൊക്കെ വന്നിരിക്കുന്നത്. ഇവിടെ നോക്കി അത് പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ബ്യൂട്ടിഫുൾ പീപ്പിളാണ് നോക്കി. ബസ്സുകളൊക്കെ വന്ന് ഇവരൊക്കെ കൂട്ടിക്കൊണ്ടു. ഇനിയൊരു അവസരം ഉണ്ടെങ്കിൽ തീർച്ചയായും വന്നിരിക്കും നാഗാലാൻഡിൽ. അതും ഹോൺബിൽ ഫെസ്റ്റിവലിൻ്റെ സമയത്ത് തന്നെ. ഇതുപോലൊരു ആഘോഷം നമ്മൾ ജീവിതത്തിൽ പങ്കെടുത്തിട്ടില്ല. ഇതുപോലൊരു വൈവിധ്യം, ഇതുപോലുള്ളൊരു കൾച്ചർ, ബ്യൂട്ടിഫുൾ, ഓസം. മിസ് യു നാഗാലാൻഡ്, വെരി ബാഡ്ലി മിസ് യു.